What is Dubai? City of dreams. പണിയെടുക്കുന്നവന്റെ പടച്ചോനായ ദുബായിയെ നീ കാണും. Dubai. നല്ല വിശേഷങ്ങളുള്ള സ്ഥലം. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. Packed and getting ready to fly to Dubai. ഇനിയുള്ള ഒരു മിനിറ്റ് ചിലപ്പോൾ ഒത്തിരി ബോറിംഗ് ആയിരിക്കും. കാരണം എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു ഈ ദുബായ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ഇനി കാണാൻ പോകുന്ന ഒരു മിനിറ്റ്, പ്ലെയിൻ്റെ ടേക്ക് ഓഫിൽ എനിക്കുണ്ടാകുന്ന റിയാക്ഷൻ. ദുബായ് ഫ്രം എബോവ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ആ ഇൻഫ്രാസ്ട്രക്ചറും അവർ ആ പ്ലേസിനെ എങ്ങനെ ചേഞ്ച് ചെയ്തേക്കുന്നുള്ളത് നമുക്ക് മുകളിൽ നിന്ന് നല്ല കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ നീണ്ട 4 മണിക്കൂർ ഫ്ലൈറ്റിന് ശേഷം ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യാണ്. ദുബായ് എയർപോർട്ടിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞങ്ങൾ വന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്. നമ്മൾ വന്ന് ഇറങ്ങുന്നിടത്തു നിന്ന് ദുബായുടെ ഇമിഗ്രേഷനൊക്കെ വേറെ ബിൽഡിങ്ങിലാണ്. അങ്ങനെയൊക്കെ ഒരു സെൽഫ് ഡ്രൈവിംഗ് മെട്രോയിൽ കയറിയിട്ട് ആ ബിൽഡിങ്ങിൽ ചെല്ലണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയർപോർട്ടാണെന്നുള്ള ഫീലിംഗ് പോലും ഉണ്ടാവില്ല നമുക്ക്. അതായത് മോറോവർ ഒരു ഷോപ്പിംഗ് മാൾ മാതിരിയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ് പ്ലേസസ്, ഒരുപാട് കടകൾ ഒക്കെ ആയിട്ട് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഫീലാണ് നമുക്ക് ദുബായ് എയർപോർട്ടിൽ കിട്ടാറുള്ളത്. ഭയങ്കര അതൊക്കെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്താണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ചൂട് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇനൊക്കെ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ അൽസീഫ് എന്ന് പറയുന്ന ഓൾഡ് ദുബായ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അൽസീഫിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ദുബായ് ആർക്കിടെക്ചേഴ്സ് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ പ്യുവർലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഒരു മാർക്കറ്റാണ്. ട്രഡീഷണൽ ഡ്രസ്സസ് ആൻഡ് സുവനീസ് ഒക്കെ അവിടെ മേടിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നേരെ ഒരു ദോ ക്രൂസിലേക്കാണ് പോയത്. ദോ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ വുഡൻ ബോട്ടാണ്. അതിലൂടെയുള്ള ക്രൂസും അൽസീഫിൻ്റെ ഒക്കെ കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാം. Like I always was, like I always was. Shaped by the clearest blue, but it's not enough. It's not enough, not enough. Just another time I'm caught inside every. Good morning. വെരി നെക്സ്റ്റ് ഡേ ദുബായ് മോളാണ് ഐറ്റിനറി. ദുബായിലുള്ള പല ഐക്കോണിക് ബിൽഡിങ്സ് ആയിട്ടുള്ള
ദുബായ് ഫ്രെയിം, മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ഒക്കെ പാസ് ചെയ്ത് വേണം ദുബായ് മാളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ചെറിയൊരു റോഡ് ട്രിപ്പിന് ശേഷം ദുബായ് മാൾ എത്തി. നമ്മുടെ നാട്ടിലും മോൾസ് വന്നതോടുകൂടി ദുബായ് മാൾ ഇസ് ജസ്റ്റ് ലൈക്ക് എനി അതർ മാൾ, പക്ഷേ ഇത്തിരി അധികം വലുതാണ് എന്ന് മാത്രം. പക്ഷേ അതിൽ ഒന്ന് രണ്ട് സാധനം എനിക്ക് വളരെ യുണീക്കായിട്ട് തോന്നി. അതിലുള്ള വാട്ടർഫോൾസും അക്വേറിയവും പിന്നെ ചൈന മാൾ, അതായിരുന്നു മാളിന്റെ അകത്തുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ദുബായിലെത്തുന്ന ഏതൊരാൾക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഈ ഒരു റിവീലിംഗ് ആണ്. ദുബായ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറ്റ് വാസ് ദി ബെസ്റ്റ്. അങ്ങനെ ദുബായ് മാളിന്റെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു അഡ്വഞ്ചർ റൈഡിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് ദുബായ് ഡൗൺ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. മരുഭൂമികളൊക്കെ പതിയെ കണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ ബേസ് ക്യാമ്പിൽ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ക്വാഡ് ബൈക്ക് ഒന്ന് ഓടിച്ചു. ദുബായിൽ വന്നതിന് ശേഷം എന്തെങ്കിലും മറക്കാൻ പറ്റുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ പറയും അത് ഡെസേർട്ട് സഫാരി തന്നെയാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ആയിരിക്കും. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ ഉള്ളത് ഇതേപോലെ തന്നെ ഒരു മരുഭൂമിയുടെ നടുക്ക് വെച്ചിട്ടാണ്. തെനോറോ ഡാൻസും സൂഫി ഡാൻസും ഫയർ ഡാൻസും ബെല്ലി ഡാൻസൊക്കെ ആയിട്ട് ഒരുപാട് കൾച്ചറൽ ആർട്ട് പെർഫോമൻസിനൊക്കെ ശേഷം ഒരു ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക്. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഐറ്റിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്ത കോയിനിയോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം വി ജസ്റ്റ് വെന്റ് ബാക്ക് ടു ഹോം. നിങ്ങൾ വീഡിയോ ഇത്ര വരെ കണ്ടിരുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് എൻ്റെ കുറേ നാൾക്ക് ശേഷം വന്ന ഒരു വീഡിയോയാണിത്. ഇത്രയും കണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്.